തീർച്ചയായിട്ടും നമ്മൾ അതെ 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 നമ്മൾ കൊടുത്ത് ശീലിക്കുക എന്നുള്ളത് വലിയൊരു സംഭവമാണ് ഇന്നത്തെ കുടുംബ വ്യവസ്ഥിതിയിൽ. കുട്ടികളോട് പറയുന്നത് തന്നെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഇത് മര്യാദയ്ക്ക് തനിച്ച് കഴിച്ചോളണം, ഇതെല്ലാം എല്ലാവർക്കും കൊടുത്തിട്ട് ഇനി പേന വേറെ കൊടുക്കരുത് എന്നാണ് ഞാൻ കേട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ കുട്ടികളെ. വേറൊരു കാര്യം കൂടെ ഞാൻ ഓർക്കുന്നത്, ഈ ഞങ്ങളുടെ അവിടെ അന്നൊക്കെ ധർമ്മക്കാരെന്നാ പറയുന്നത്, ഞങ്ങളുടെ നാട്ടിലും അങ്ങനെ പറയാം. അപ്പം അന്ന് മറ്റേ ഓട്ടക്കാശും ഒരാണയൊക്കെ ഉള്ള ഒരു കാലം. അതായത് നമ്മളുടെ മുമ്പിൽ വരുന്നയാൾ നമുക്ക് ധർമ്മം നിർവഹിക്കാൻ കാരണക്കാരനാവുന്നു എന്ന അർത്ഥമാണ്. അപ്പം ഈ ശനിയാഴ്ചയാണ് ഇവർ വരുന്ന ദിവസം. വീട്ടിൽ ഈ പറഞ്ഞ പോലെ കോയിൻസ് എല്ലാം ഒരു ബോൺവിറ്റ അല്ലെങ്കിൽ പണ്ടൊക്കെ ഒരു ഓവൽറ്റിൻ ആ പാത്രത്തിൽ ഇട്ട് വെക്കും. അപ്പൂപ്പനാണെങ്കിലും മുത്തശ്ശനാണെങ്കിലും ആരാണെങ്കിലും അതെ ചേഞ്ച് ആണെങ്കിൽ അതിനകത്ത് കൊണ്ടിടും. അപ്പം ശനിയാഴ്ച ഒരു 9 മണി മുതൽ ഒരു 11 മണി വരെ ഇവരുടെ വരവാണ്, ധർമ്മക്കാരുടെ വരവാണ്. ഈ ധർമ്മക്കാർ വരുമ്പോൾ ഇതിൻ്റെ അകത്തു നിന്നുള്ള ഓരോ നാണയവും എടുത്തു കൊടുക്കുന്നത് ഞങ്ങൾ കുട്ടികളാണ്. അപ്പോൾ 3 വയസ്സ് 4 വയസ്സിലൊക്കെ ഇത് കൊടുക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ വേറെ ഒന്നും നേടാനില്ലെന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരു കുട്ടിയെ സംബന്ധിച്ച് കൊടുക്കലിന്റെ മഹത്വത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു ട്രെയിനിങ്ങിനും പോകണ്ട. ഇതൊക്കെയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നുള്ള ആളുകൾക്ക് ഈ എന്ത് അച്ഛനമ്മ, ഇപ്പം ഞാൻ ആരെയും കുറ്റം പറയണേയില്ല, അച്ഛനമ്മമാരിൽ നിന്ന് എന്ത് കണ്ടുപഠിച്ചു അത് ഒരു വിഷയമാണല്ലോ. ഇതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചതാണ്. ആ ഒരു വിഷയത്തിലോട്ട് കിടക്കുമ്പോൾ അച്ഛനമ്മമാരിൽ നിന്നും കണ്ടുപഠിക്കാൻ തോന്നാറുണ്ട് ഈ സമൂഹത്തിൽ